ഹായോ, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? മറ്റൊന്നല്ല, വീടിന്റെ അടുത്ത് തന്നെയുള്ള ലൈറ്റ് ഹൗസും വന്ന് കയറിയിട്ട് വന്നാലോ? വണ്ടി പോയതാ, അപ്പൊ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് വരാം. ഓക്കെ, ഇത്രയും പട്ടീഷോടെ ആവശ്യമൊന്നുമില്ല. യെസ്, അതെ അതെ, ഞങ്ങളുടെ വീടിന്റെ ഇവിടെ നിന്ന് വെറും ഒരു 300 മീറ്റർ നടന്നാൽ ഞങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ എങ്ങനെ ലൈറ്റ് ഹൗസിന്റെ റിവ്യൂ? സോറി. അപ്പൊ ലൈറ്റ് ഹൗസിന്റെ റിവ്യൂ റിതു ലൈറ്റ് ഹൗസിന് കയറിയിട്ട് പറയും. അപ്പൊ ഏതായാലും ബാക്കി ശേഷം വീഡിയോയിൽ. അതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. യെസ്, ഏതാണ് ലൈറ്റ് ഹൗസ്? അതെ ഗൈസ്, ലൈറ്റ് ഹൗസ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് ഞങ്ങളുടെ ആ മനോഹരമായ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് അങ്ങോട്ട് വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു 147 സ്റ്റെപ്പ് വലിഞ്ഞ് കയറേണ്ടതിൻ്റെ ദുഃഖം എനിക്ക് എവിടെയൊക്കെയോ ഉണ്ട്. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ 4 പേരും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ ഇപ്പോൾ വന്നത്. പിന്നെ ഈ പറഞ്ഞ ചളി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇൻട്രോയിലാണ് കേട്ടത്. ഇനി ലൈറ്റ് ഹൗസിൻ്റെ ഇൻസൈഡ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതിൻ്റെ പുറമേ നിന്ന് കാണുന്നേക്കാട്ടിയും ഭംഗി സത്യം പറഞ്ഞാൽ ഉള്ളിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്കോയുണ്ട്. ഞാൻ അവരോട് നടന്നോ, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ നടന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറാൻ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അവരെത്തുമ്പോഴത്തേക്കും ഞാൻ അവിടേക്ക് എത്തി. അതിൻ്റെ ആ ഒരു സങ്കടമാണ് എൻ്റെ ആ മുഖത്ത് കാണുന്നത്. 147 സ്റ്റെപ്പ് വലിഞ്ഞു കയറിയതിൻ്റെ വിഷമം എവിടേക്കോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും വേണ്ടിയില്ല, ഞാനങ്ങനെ മുകളിലേക്ക് നടന്ന് വരുമ്പോഴിതാ നല്ല മഴയോടുകൂടി നിൽക്കുന്ന മേഘങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനും ഉയർത്തി നിന്നിട്ട് ഒരു പക്ഷേ കാഴ്ചകൾ കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ പച്ചപ്പോട് കൂടിയുള്ള കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ ചാവക്കാട് വരണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലക്ഷദ്വീപിൽ പോകണം. ഇതാ കാണുന്ന റെയിൻബോ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കാനായിട്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ലൈറ്റ് ഹൗസ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള മട്ടിൽ നിന്ന് ചളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 സഹോദരിമാരെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞങ്ങളവിടെ നിന്നു. നല്ല മഴയുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അവരെ ആദ്യം വിട്ടു, പുറകിൽ ഞാൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതും കാത്തു നിൽക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം അതിന് താഴെയുള്ള ഉദ്യാനത്തിലിരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ബൈ.